ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വെസൽ ഫിൽഡ് വിത്ത് ലിക്വിഡ്, അതിൽ 5 ഭാഗം വാട്ടറാണ്, 11 ഭാഗം സിറപ്പാണ്. വാട്ട് ഇസ് ദ പാർട്ട് ഓഫ് മിക്സ്ചർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ, സോ ദ മിക്സ്ചർ മേ ബി സിറപ്പ് ആൻഡ് വാട്ടർ ഈസ് 3:2. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു മിക്സറിനകത്ത് സിറപ്പും അതുപോലെ തന്നെ വാട്ടറും തമ്മിലുള്ള റേഷ്യോ 5:11:5 ആണ്. 5 ഭാഗം വാട്ടറും 11 ഭാഗം സിറപ്പും. പിന്നെ കുറച്ച് മിക്സ്ചർ എടുത്ത് മാറ്റി അതിന് ശേഷം എന്ത് ചെയ്തു? സിറപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം വാട്ടർ ആഡ് ചെയ്തു, റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഉള്ള റേഷ്യോ 3:2 ആണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ അറിയേണ്ട കേസ്, ഇപ്പോൾ ഞാനൊരു ഇതെടുത്തു കഴിഞ്ഞാൽ, കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ അതിൽ സപ്പോസ് ഒരു 80 സ്പിരിറ്റും അല്ലെങ്കിൽ സിറപ്പും 20 വാട്ടറുമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ നിന്ന് ഞാനൊരു 20 ക്വാണ്ടിറ്റി മാറ്റുകയാണെന്ന് വിചാരിക്കാം. 20 ക്വാണ്ടിറ്റി എടുത്ത് മാറ്റി 20 ക്വാണ്ടിറ്റി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം 20 ക്വാണ്ടിറ്റി പോകാൻ പോകുന്ന റേഷ്യോ ഇതിനകത്ത് വാട്ടറും സിറപ്പും ഉള്ള റേഷ്യോ ആയിരിക്കും. അതായത് 1:4 എന്ന റേഷ്യോയിൽ തന്നെയായിരിക്കും പോകുന്നത്. അതായത് 20-ൽ നമ്മൾ ഈ 20 എടുത്ത് കളയുമ്പോൾ അതിനകത്ത് 1 ഭാഗം വാട്ടറും 4 ഭാഗം എന്തുമായിരിക്കും? സിറപ്പുമായിരിക്കും. 1 ഭാഗം വാട്ടറും 4 ഭാഗം സിറപ്പുമായിരിക്കും. അപ്പം മൊത്തം 5-ൽ 1 ഭാഗം, 5-ൽ 1 ഭാഗം എന്തായിരിക്കും? സിറപ്പായിരിക്കും, വാട്ടർ ആയിരിക്കും. 5-ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 4 വാട്ടർ ആയിരിക്കും ഇതിൽ നിന്ന് പോകുന്നത്. 4 വാട്ടർ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 16 ഇവിടെ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് 4 ഭാഗം സിറപ്പായിരിക്കും. 4 ഭാഗം സിറപ്പ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഇത് കട്ട് ചെയ്ത് പോയിട്ട് 16 സിറപ്പായിരിക്കും പോകുന്നത്. 16 സിറപ്പ് പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് എത്ര വരും? 64 വരും. ഈ 64-ന്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? 1:4 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഒരു ഐറ്റത്തിൽ നിന്ന്, ഒരു മിക്സ്ചറിൽ നിന്ന് കുറച്ച് മിക്സ്ചർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും റിമൈനിങ് ആയിട്ട് വരുന്ന ഐറ്റത്തിൻ്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മുടെ ആ മിക്സ്ചർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും വരാൻ പോകുന്നതിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? 11:5 ആയിരിക്കും. ഇനിയിപ്പോൾ നോക്കുക, ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, സിറപ്പിൻ്റെ ക്വാണ്ടിറ്റി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആ മിക്സ്ചർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സിറപ്പിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസിലും സിറപ്പ് സെയിം ആയിരിക്കണം. സിറപ്പ് ഇവിടെ സെയിം ആണോ നോക്കുക. അല്ല, ഇവിടെ 11 യൂണിറ്റ്, ഇവിടെ 3 യൂണിറ്റ്. സെയിം ആക്കുക. എന്ത് ചെയ്യുക? ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 33:15 എന്ന് പറഞ്ഞു വരും. ഇവിടെയാണെങ്കിലോ 33:22 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വാട്ടറിൻ്റെ അളവിൽ മാറ്റം വന്നിട്ടുണ്ട്. വാട്ടർ എന്തായിട്ടുണ്ട്? 7 കൂടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്നിട്ട് എന്ത് വേണം? ടോട്ടൽ വേണം. ഓക്കെ, നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്ന വാട്ട് പാർട്ട് ഓഫ് മിക്സ്ചർ, അതൊരു ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്ത വാട്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നോക്കണം. ടോട്ടൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. ഏത്? ഈ 33, 22, 55. അപ്പോൾ ഇത്രയും ഭാഗമായിരിക്കും മിക്സ്ചർ എടുത്ത് മാറ്റിയിട്ടുണ്ടാകുന്നത്. കാരണം ഇതെന്താണ് ടോട്ടൽ എടുക്കാൻ പറയാൻ കാരണം ഇനിഷ്യലി നമുക്ക് ഒരു മിക്സ്ചർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 7/5 മാറ്റി. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഇതേ 7/5 വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി 3:2 കിട്ടുന്നത്. അതായത് ഇനിഷ്യലി എത്ര ക്വാണ്ടിറ്റി ആയിരുന്നോ ഉണ്ടായിരുന്നത്, അവസാനം അതേ ക്വാണ്ടിറ്റി തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ എഴുതിയ വാല്യൂ ഈ 33, 22 കൂടി കൂട്ടിയിട്ട് 55 എന്ന് പറഞ്ഞ് എഴുതിയത്. സോ 7/5 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്.